ഇപ്പോഴും ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ പാട്ടുപാടി അങ്ങനെ പോവുക ചെയ്യാം. പക്ഷെ അതൊരു അഹങ്കാരമല്ല, ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ മനസ്സിലിങ്ങനെ വരും. അപ്പോൾ അങ്ങനെ പാടും. ഇതെല്ലാം ഇരിക്കട്ടെ, ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്നിപ്പോ ഒരു ന്യൂസിൽ പറവൂര് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 41-കാരൻ, അയാൾ വിവാഹം കഴിച്ചിട്ടില്ല, സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കമുള്ള ഒരു കുടുംബത്തിൽ ജീവിച്ച ഒരു വ്യക്തിയാണ് ഈ 41-കാരൻ. സ്വന്തം അമ്മയുടെ മുന്നിൽ വെച്ച് അച്ഛൻ ഒരു തെങ്ങ് കയറ്റക്കാരനാണ്. അച്ഛൻ തെങ്ങ് കയറി കൊണ്ടുവരുന്ന പണത്തിൽ നിന്ന് ഒരു നിശ്ചിത പണം കയ്യിലാക്കി ഈ പയ്യൻ കള്ളുകുടിയും ആരംഭിച്ചു. കള്ളുകുടി അത് കൂടുതലായി ആവർത്തിച്ച് ഇന്ന് ആ വ്യക്തി മരണമടഞ്ഞത് വളരെ വേദന നമ്മുടെ മനസ്സിൽ ഉദിക്കുന്ന ഒരു രീതിയിലാണ്. അടുക്കളയിൽ കയറി ആ മകൻ സ്വന്തം അമ്മയുടെ മുന്നിൽ വെച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് നെഞ്ചു പിളർക്കും. ആ അമ്മയോട് പറയാണ്, എൻ്റെ തൊണ്ടയിൽ ഒരു കല്ല് കുടുങ്ങിയിട്ടുണ്ട്, ആ കല്ല് എനിക്ക് ഒഴിവാക്കണമെങ്കിൽ അത് മുറിച്ച് പുറത്ത് ചാടിക്കണം. കള്ളു കുടിച്ചിട്ടാണ് ഈ ക്രൂരത ചെയ്തത് എന്ന് വ്യക്തമല്ല. പോലീസ് അതിൻ്റെ റിപ്പോർട്ട് പുറത്ത് കൂടുതൽ വിട്ടിട്ടില്ല. എന്തായാലും ഇന്നും നാളെയുമായിട്ടൊക്കെ ആ ന്യൂസ് പുറത്തു വരും. ഈ പയ്യൻ എന്ത് ചെയ്തു? അച്ഛൻ്റെ വാക്കത്തി എടുത്ത് അമ്മ ഈ കഴുത്ത് മുറിക്കും എന്നുള്ള കണ്ടീഷൻ ഉണ്ടായപ്പോ അമ്മ പുറത്തേക്ക് ഓടി. അച്ഛനെ വിളിച്ച് വരുമ്പോഴേക്കും ഈ പയ്യൻ ആ വാക്കത്തി കൊണ്ട് കഴുത്ത് മുറിച്ചു. രക്തം വാർന്നൊഴുകുന്നത് കണ്ട് അയൽവാസികളും ആ മാതാപിതാക്കളും എടുത്തു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ മരണപ്പെട്ടു. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ക്രൂരത? ഇന്ന് ഏറ്റവും കൂടുതൽ ആത്മഹത്യകളും മറ്റ് പ്രശ്നങ്ങളും നടക്കുന്ന ഒരു വർഷത്തിൻ്റെ ആ ഒരു ഉള്ളിലാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വർഷത്തിലാണ് ഏറ്റവും കൂടുതൽ തൂങ്ങിമരണം നടന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പൊ ഈ വർഷത്തിനുള്ളിൽ ഒരുപാട് പോലീസ് ഓഫീസർമാർ ആത്മഹത്യ ചെയ്തു. എന്തിന്റെ കാരണം കൊണ്ടാണ് ഈ നിയമപാലകന്മാർ അത്തരം ഒരു സന്ദർഭത്തിലേക്ക് എടുത്തു ചാടിയത്? അതും വേദന നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടുപോകുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ദീപു എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരനെ ഒരുത്തൻ സുഹൃത്തായി ഒരു വാഹനമെടുക്കാൻ കോയമ്പത്തൂരിലേക്ക് പോകാൻ വേണ്ടി സുഹൃത്തിനെ ക്ഷണിച്ചു വരുത്തിയ ദീപു കാത്തു നിന്നത് ആ ദീപുവിൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ വന്ന കാലനാണ് ഈ സുഹൃത്തെന്ന് ആ പാവം മനുഷ്യൻ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാകില്ല. വളരെ ദാരുണമായിട്ടുള്ള കൊലപാതകം. 90% കഴുത്ത് മുറിച്ചു കളഞ്ഞു എന്നാണ് പറയുന്നത്. അതും ഒരു ചെറിയ പേനക്കത്തി കൊണ്ട്. അപ്പൊ ആ വാഹനത്തിനുള്ളിൽ ഇവരിരുന്ന് സംസാരിച്ചു, അതല്ലെങ്കിൽ പോകുന്ന ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയം ആയിരിക്കും. വാഹനം എടുക്കാൻ വേണ്ടി പോകുന്ന സമയം ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവും ഓട്ടോമാറ്റിക്കായിട്ട്, കയ്യിൽ പൈസ റെഡിയിൽ കരുതിയിട്ടാണോ പോകുന്നത് അതോ ലോണാണോ? അങ്ങനെ സ്വാഭാവികമല്ലേ, നമ്മൾ വാഹനം എടുക്കുന്ന സമയം റെഡി ക്യാഷിലൊന്നും ഇപ്പോൾ ആരും അങ്ങനെ എടുക്കില്ല. അപ്പോൾ ഈ വ്യക്തിയുടെ കയ്യിൽ കുറച്ച് പണം ഉണ്ടായിരുന്നു. ആ പണം മോഹിച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആ വ്യക്തിയെ ആ പേനക്കത്തി കൊണ്ട് കഴുത്ത് 90% മുറിച്ചു എന്ന് പറയുമ്പോൾ ഈ പിന്നിലിരുന്ന ആ വ്യക്തി
എത്രമാത്രം ബലം ഉപയോഗിച്ചായിരിക്കും ആ കഴുത്ത് മുറിച്ചിട്ടുണ്ടാകുക. എനിക്ക് തോന്നിയ ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ, ആ വ്യക്തിയെ കൊല്ലാൻ ഈ ഒരു വ്യക്തി മാത്രമായിരിക്കില്ല, ചിലപ്പോ ആ വാഹനത്തിനോട് ചേർന്ന് വേറെയും ആരെങ്കിലും ഉണ്ടാകും. അതൊരു ഗുണ്ടാ മാഫിയ ആ ഒരു ടീമിൽ പെടുന്ന ഒരു രീതിയിലൂടെയാണ് ആ കൊലപാതകം അവിടെ അരങ്ങേറിയത്. നമുക്ക് പല രീതിയിലും സംശയിക്കാൻ പറ്റും. ഈ വ്യക്തിയുടെ കയ്യിൽ ഇത്രയും രൂപ ഉണ്ട് എന്നുള്ളത് ഒരു സൂചന ചിലപ്പോ വേറെ ആരെങ്കിലും അറിയായിരിക്കും. അപ്പൊ ഈ പണം കൊണ്ടാണ് ഇയാൾ അവിടെ വരുന്നത് എന്നുള്ള ഇൻഫർമേഷൻ കൊടുത്ത് ഒരു സെറ്റപ്പ് ആയിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ആയിരിക്കും ചിലപ്പോ ആ കൊലപാതകം നടന്നിട്ടുണ്ടാകുക. ഇതെല്ലാം എന്തിനു വേണ്ടിയാണ് എന്ന് നമ്മ ചിന്തിച്ചു പോകും. പക്ഷേ ഒരു അല്പ സുഖത്തിന് വേണ്ടി, അല്പം സന്തോഷത്തിന് വേണ്ടി നമ്മൾ മറ്റുള്ളവരെ ദ്രോഹിച്ച് ആ സന്തോഷം കണ്ടെത്തുന്നതിന് മുമ്പ്, പണ്ട് കാലങ്ങളിലൊക്കെ ആണെങ്കിൽ കുറച്ചു കാലം മുങ്ങി നടന്ന് പിന്നീട് നാട്ടിൽ വന്നു, അങ്ങനെ പോലീസ് കസ്റ്റഡിയിലായി, അറസ്റ്റിലായി എന്നുള്ള വാർത്തകളൊക്കെയാണ് നമ്മൾ കേൾക്കാറ്. ഇന്ന് ആരെയും ഉപദ്രവിച്ച് നിങ്ങൾ രക്ഷപ്പെടുക എന്ന് പറയുന്നത് അത്ര വലിയ എളുപ്പമൊന്നുമല്ല മക്കളെ. നിങ്ങളത് ചിന്തിക്കുന്നുണ്ടാവില്ല. കാരണം നിങ്ങൾ ചിന്തിക്കുന്ന ആ ഒരൊറ്റ നമ്മുടെ ശരീരത്തിൽ ഒരു ശൈത്താന്റെ സ്വഭാവമുണ്ട്. എന്നുവെച്ചാൽ മനുഷ്യൻ വേറൊരു മനുഷ്യനായി മാറുക. ആ സന്ദർഭത്തിലാണ് ഇത്തരം ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരിക. ആ ചിന്ത വരുന്നത് നമ്മൾ വേറെ രീതിയിലും കൂടി ചിന്തിക്കുകയാണെങ്കിൽ ഇത്തരം സംഭവങ്ങൾ നടക്കില്ല. പലർക്കും പല രീതിയിലാണ്. ഒരു വിഭാഗമാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു മാനസിക രോഗം. സ്ത്രീകളെ കാണുന്ന സമയം അവരെ വഴിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോവുക, കുട്ടികളെ കാണുന്ന സമയം അവരെ എടുത്തുകൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുക. എന്ത് ക്രൂരതയാണ് ഈ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ ഒരൊറ്റ കാരണമേ ഉള്ളൂ. ഇവിടുത്തെ മയക്കമരുന്ന് ലോബി അവരുടെ ആ ഒരു മാഫിയയെ വളർത്താൻ വേണ്ടി അവർ സൃഷ്ടിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ ഇന്ന് നമ്മുടെ സ്കൂളിന്റെ വരാന്തയിൽ പോലും സഞ്ചരിക്കുന്നുണ്ട്. ഓരോ കുട്ടികളിലും വരുന്ന മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ ഇവർ പല രീതിയിലും നിർമ്മിക്കുന്നതായിട്ടുള്ള ഈ മയക്കമരുന്ന് കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മുടെ മക്കൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പതിവില്ലാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങളോ കാര്യങ്ങളോ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവരെ, എനിക്ക് പറയാനുള്ളത്, ഒരു ഡോക്ടറുടെ അരികിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും പോലീസ് ഓഫീസർമാരുടെ അരികിലോ കൊണ്ടുപോയി ആ കുട്ടികളെ ഒന്ന് മോട്ടിവേഷൻ കൊടുക്കുന്നത് നല്ലതായിരിക്കും. വരും തലമുറകളൊക്കെ ഈ രീതിയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ നമ്മൾ ഈ വളർന്ന് ഈ കാലഘട്ടത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ഇനിയൊരു തലമുറ ഉണ്ടാകുമെന്ന് യാതൊരുവിധ ഉറപ്പില്ല. എന്തായാലും എല്ലാ മക്കളെയും വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ വളരെ സന്തോഷത്തിലാണ് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യം ഒരു പ്രതിപക്ഷത്തിൻ്റെ അണ്ടറിലും കൂടിയായി വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരു ഏകാധിപത്യ ഭരണകൂട സംവിധാനത്തിന് വിട്ടുകൊടുക്കാതെ ഇന്ത്യയിലെ ജനങ്ങൾ ആ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. ആ നെഹ്റു കുടുംബത്തിലെ ഈ രാഹുൽ ഗാന്ധി വളരെ പ്രയാസപ്പെട്ട്
കൊണ്ട് തന്നെയാണ് പല ആളുകളുടെ, നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ ആട്ടും തുപ്പും തൊഴിയും എന്ന് പറഞ്ഞ പോലെ എല്ലാം പ്രഹരങ്ങളും ഏറ്റ് വാങ്ങി ചിരിച്ച മുഖത്താൽ ആ ഒരു യുവാവ് നമ്മുടെ ഇന്ത്യയുടെ ആ ഒരു കുതിപ്പിന് വേണ്ടി, ഉയർച്ചയ്ക്ക് വേണ്ടി, ഈ രാജ്യത്തെ സഹോദരി സഹോദരന്മാരുടെ കണ്ണുനീർ ഒപ്പാൻ വേണ്ടി ആ ഒരു കുടുംബം ഇനിയും ഒരു രക്തച്ചൊരിച്ചിലേക്ക് പോകുകയാണോ എന്ന് പോലും സംശയിക്കുന്നുണ്ട്. കാരണം രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ശേഷം പിന്നെ അവിടെ ഒരു ഗാന്ധി കുടുംബം ഇനി ഇന്ത്യ ഭരണത്തിൽ വരില്ല എന്നുള്ള ഒരു അഭ്യൂഹങ്ങളൊക്കെ മുമ്പുണ്ടായിട്ടുണ്ട്. അതിനെയൊക്കെ മറികടന്നാണ് ഇപ്പോൾ രാഹുൽ പ്രതിപക്ഷ നേതാവായി ഇത്രയും നാളും പപ്പു എന്ന് വിളിക്കുകയും അമുൽ ബേബി എന്ന് വിളിച്ച് പരിഹസിക്കുകയും ഒക്കെ ചെയ്ത് ആ വ്യക്തി പോകുന്ന വഴിയിലൊക്കെ ഇത്തരം രീതിയിലുള്ള ഭാഷകൾ ഉപയോഗിച്ച് നാണം കെടുത്തിക്കൊണ്ടാണ് ആ വ്യക്തിയെ ആ നാട്ടിൽ അവർ കണ്ടിരുന്നത്. ഇപ്പോ പുതിയ പുതിയ ഫോട്ടോസ് വെച്ച് നോക്കുമ്പോൾ നരേന്ദ്രമോദി തന്നെ രാഹുൽ ഗാന്ധിയുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആരെയും ആട്ടി ഓടിക്കണ്ട, കാലം വേറെയാണ്. ഇന്ന് നമ്മൾ എന്ത് വിതയ്ക്കുന്നോ അത് തിരിച്ചു വരും. അതാണ് കാലം. സത്യം എന്നും സത്യത്തോട് തന്നെ നിൽക്കുകയുള്ളൂ. പിന്നെ ഇന്ത്യയുടെ അവസ്ഥ വളരെ ദയനീയമായി പോയിരുന്ന ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ പല ആളുകളും പറയാറുണ്ട്, ഇന്ത്യ ഒന്നാമതെത്തി, ഇന്ത്യ സമ്പത്തിൽ ഒന്നാമതെത്തി. ഇത് പറയിപ്പിക്കുന്നതൊക്കെ ആരാ? ഈ ഭരണത്തിൽ ഇരുന്നിരുന്ന കുറച്ച് ആളുകൾ തന്നെയാണ് അതിൻ്റെ പിന്നിലൊക്കെ പ്രവർത്തിച്ചത്. അതിൻ്റെ സത്യവും അസത്യവും തിരിച്ചറിയാൻ ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇവരുടെ ഇടയിലുള്ള രഹസ്യങ്ങൾ ചോർന്നു പോകാതെ ഇന്ത്യയെ നാറാണക്കല്ലെടുപ്പിക്കുക എന്ന് പറയുന്ന പോലെ കുത്തുപാള എടുപ്പിച്ച് മുന്നോട്ടുള്ള ഭരണം ആഡംബരമായിട്ട് കൊണ്ടുപോയത്. ഇതിനൊന്നും ആരും ഒന്നും പറയുന്നില്ല. ഇനി ഇന്ത്യയുടെ സമ്പത്തൊന്നും തകർന്നിട്ടില്ല. ഇന്ത്യക്ക് ഒരുപാട്, എത്ര നീചനാണെങ്കിലും നരേന്ദ്രമോദി ഒരുപാട് രാജ്യങ്ങൾ സഞ്ചരിച്ച് അവിടെയുള്ള പ്രധാനമന്ത്രിമാരെയും അതുപോലെ തന്നെ ആ രാജ്യത്തിൻ്റെ ചക്രം തിരിക്കുന്ന ഉപദേഷ്ടാക്കളുമായിട്ടൊക്കെ നല്ല ചർച്ച നടത്തിക്കൊണ്ട് തന്നെയാണ് ഇന്ത്യയെ എങ്ങനെ ഡെവലപ്പാക്കാം എന്നുള്ള ആ ഒരു രീതികളൊക്കെ കൈവരിച്ചത്. പക്ഷേ നരേന്ദ്രമോദിയെ ഉപദേശിക്കാൻ ഒരുപാട് അംബാനിയെ പോലുള്ള ആളുകൾ, അവർക്കും കൂടി ഇതിൽ ഈ ഇന്ത്യയെ കൊള്ളയടിച്ച് കോടികൾ സമ്പാദിക്കണം. ആദ്യകാലത്തൊക്കെ വലിയ വലിയ ഡോണുകളായിരുന്നു ഇന്ത്യയുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നത്. കാരണം അടുക്കാൻ പോലും അവർ സമ്മതിക്കില്ല. അങ്ങനത്തെ രീതികളായിരുന്നു അന്നൊക്കെ. അവരെന്ത് പറയുന്നോ അത് തന്നെയാണ് ആ സ്റ്റേറ്റിൽ നടക്കുക. ഇപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വന്ന് നരേന്ദ്രമോദിയിലൂടെ തന്നെ നമ്മുടെ രാജ്യത്തിന് കൂടുതൽ ഉണർവുണ്ടാവുകയും നമ്മുടെ രാജ്യം വേൾഡിൽ അറിയപ്പെടുന്ന ഒരു രാജ്യമായി മാറുകയും ചെയ്തു. പക്ഷേ ഇവിടെയുള്ള ജനങ്ങളുടെ മുമ്പിൽ ഇന്ത്യയുടെ ഭരണചക്രം ഏത് രീതിയിലാണ് കറങ്ങിയിരുന്നത്,
ഇവിടുത്തെ ഓരോ സാധാരണക്കാർക്കും മനഃപ്പാടമാണ് ഈ 10 വർഷം. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ ഇന്ത്യ ഒരു സാഹോദര്യത്തിൻ്റെയും ആ ഒരു സൗഹൃദത്തിൻ്റെയും അടിയുറച്ച സംവിധാനങ്ങളോട് കൂടിയായിരിക്കും ഇനി മുന്നോട്ടുള്ള ഇന്ത്യയുടെ ചലനം. നമുക്ക് ഏവർക്കും സന്തോഷിക്കാൻ കഴിയുന്ന ഒരു അവസരം തന്നെയാണ്. നമ്മൾ ചെറുപ്പകാലം മുതൽ നമ്മൾ കണ്ടു വളർന്നത് ഇന്ത്യ കോൺഗ്രസ് രാഷ്ട്രീയം അവരുടേതായിട്ടുള്ള ആ ഒരു രീതിയിൽ തന്നെയാണ് ഇന്ത്യയുടെ എല്ലാ പോക്കും. നമ്മുടെ ഇന്ത്യയുടെ ആ പതാക, അതിൻ്റെ ഉള്ളിലുള്ള ആ ചക്രം, ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഒരു നിമിഷം മറന്നുപോകും നമ്മുടെ രാജ്യത്തിൻ്റെ ആ ഒരു സന്തോഷം ഏത് രീതിയിലായിരിക്കും എന്നുള്ളത്. അതേ കൂടി തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയും ആ ഒരു കളറിൽ തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ കൊടിയും. അതിലൊരു നൂൽ തിരിക്കുന്ന ആ ഒരു ചക്രത്തിൻ്റെ ആ ഒരു ഫോട്ടോയുടെ വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മുടെ കൊടി കാണുമ്പോൾ തന്നെ നമുക്ക് സമാധാനത്തിന്റെ ഒരു അന്തരീക്ഷം നമ്മുടെ മനസ്സിൽ മിന്നിമറയും. അപ്പോ അതൊക്കെ ഇരിക്കട്ടെ, എല്ലാവരും ഹാപ്പിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കാലഘട്ടം വളരെ ശ്രദ്ധാപൂർവം ചിന്തിച്ച് മുന്നോട്ട് പോവുക. നമ്മുടെ ജീവിതം ഒന്നേ ഉള്ളൂ. ആ ജീവിതത്തെ മറ്റൊരാളും അമ്മാനമാടാൻ വിട്ടുകൊടുക്കാതെ സ്വന്തം അഭിപ്രായങ്ങളിലും ആ ഒരു റൂട്ടിലും മുന്നോട്ട് പോവുക. നമ്മൾ ആരെയും ഉപദ്രവിക്കാനും പോണ്ട. മറ്റൊരാൾ ഉപദ്രവിക്കാൻ വരുമ്പോൾ നമ്മളതിനെ സ്വീകരിക്കാനും പോണ്ട. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുക. ആത്മഹത്യാ ചിന്താഗതി, അതുപോലെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും പരമാവധി അത്തരം കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മളെ കേരളം സഞ്ചരിച്ചിരുന്നത് ഇവിടുത്തെ ലോട്ടറിയും അതുപോലെ തന്നെ കള്ളുവിൽപ്പനയും ഇങ്ങനെയുള്ള ഒരുപാട് മേഖലയിലൂടെയാണ് കേരളത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള പോക്കുകളൊക്കെ. അപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഗവൺമെൻറ്റൊക്കെ ആയിരുന്നു ഇപ്പോൾ കഴിഞ്ഞിടയിൽ ഉണ്ടായിരുന്നത്. ഏതൊക്കെ ഭാഗത്ത് എങ്ങനെയൊക്കെ ബീവറേജ് തുറക്കാം, കള്ള് ഷാപ്പ് തുറക്കാം, ബാറ് തുറക്കാം, അതിനുള്ള ലൈസൻസും കാര്യങ്ങളൊക്കെ അവർ ഒരു പ്രശ്നവുമില്ല കൊടുക്ക് എന്നുള്ള രൂപത്തിലാണ്. കാരണം ആധിപത്യം ഞങ്ങൾ മാത്രമായിരിക്കണം ഈ നാടിൻ്റെ സംരക്ഷകർ. നിങ്ങൾ എവിടെയാണ് സംരക്ഷിച്ചത് എന്നുള്ളതിൻ്റെ ചോദ്യത്തിന് മറുപടി പറയാൻ ഇവർക്ക് ആർക്കും ഒരു മറുപടി ഉണ്ടാവില്ല. കാരണം നമ്മുടെ നാടിനെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ലഹരി ഉപയോഗിക്കുന്ന ഒരു യുവതലമുറയെ സൃഷ്ടിച്ച് കള്ളന്മാരെ ചോദ്യം ചെയ്യാൻ പോലും കഴിയാത്ത പാമ്പായി കിടക്കുന്ന ഒരു യുവതലമുറയെ സൃഷ്ടിക്കാനാണ് ഇവിടുത്തെ ഗവൺമെന്റ് മുൻകൈയെടുത്ത് വന്നത് എന്നുള്ളതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല, യാതൊരു സംശയമില്ല കാര്യത്തിൽ. അപ്പോ ഇവർക്ക് നേരെ ആരും വിരൽ ചൂണ്ടില്ല. അത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. ഇപ്പൊ കഴിഞ്ഞിടയിൽ തമിഴ്നാട്ടില് ഒരുപാട് ആൾക്കാർ ഈ വ്യാജമദ്യത്തിൻ്റെ ഇതിൽ ദുരന്തം, അതിൽ ഒരുപാട് പേര് മരിച്ചു. അപ്പോൾ അവിടെയുള്ള സ്റ്റാലിൻ 10 ലക്ഷം രൂപ വെച്ച് ഈ മരിച്ചവർക്കൊക്കെ വിതരണം ചെയ്തു എന്നുള്ള ഒരു വാർത്തയാണ് കേട്ടത്. നടൻ വിജയ് അടക്കം, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഫിലിം ആക്ടേഴ്സൊക്കെ അതിൽ പൈസ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പല ആളുകളും അതിൻ്റെ വിമർശനങ്ങളുമായിട്ട് മുന്നോട്ട് വരികയും ഉണ്ടായിട്ടുണ്ട്. കാരണം കള്ളു കുടിച്ച് മരിച്ച ആളുകൾ സ്വന്തം